ഇനി ഹൈടെക് ആകാൻ പോകുകയാണ്. ആധുനിക സംവിധാനങ്ങളായിരിക്കും ഇനി ഇവർ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യൻ നേവി ആയിരിക്കുമെന്ന്. അല്ല. ഇന്ത്യൻ ആർമി ആയിരിക്കുമെന്ന് വിചാരിക്കും. അല്ല. അപ്പോൾ ഇന്ത്യയുടെ എയർഫോഴ്സ് ആയിരിക്കുമെന്ന് വിചാരിക്കും. അതുമല്ല. ജെയ്ഷെ മുഹമ്മദാണ് ഇനി ഹൈടെക്കായി നമ്മുടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോഴിതാ ഇനി ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുള്ള വാർഫെയർ മാത്രമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കണ്ട് കണ്ണു തള്ളിയതിനു ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ISI അവിടെയുള്ള തീവ്രവാദ സംഘടനകളോട് നിർദ്ദേശിക്കുന്നത്. ഇന്ത്യ അടിക്കുന്നത് ഇപ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നിങ്ങളും അതിലേക്ക് മാറണം എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിനെ ആധുനികവൽക്കരിക്കാൻ ഒരുങ്ങി പാക് ചാര സംഘടനയായിട്ടുള്ള ISI എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഒക്കെ നൽകി സംഘടനയെ ഉടച്ചു വാർക്കാനാണ് പാകിസ്ഥാന്റെ പദ്ധതി എന്നാണ് NDTV പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ആയുധങ്ങൾ ജെയ്ഷെ മുഹമ്മദിന് പരമ്പരാഗത ആയുധങ്ങൾക്ക് പകരം ആധുനിക ആയുധങ്ങൾ നൽകാനാണ് ISI ഉദ്ദേശിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വിവരങ്ങളെ ഉദ്ധരിച്ച് NDTV പറയുന്നത്. നിലവിൽ അസോൾട്ട് റൈഫിളുകൾ, മോർട്ടാറുകൾ, തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഉൾപ്പെടുന്ന ആയുധങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം ക്വാഡ് കോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഡിജിറ്റൽ വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിക്കാനുള്ള പരിശീലനവും ആയുധങ്ങളും ISIക്ക് ലഭ്യമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2001 പാർലമെന്റ് ഭീകരാക്രമണം, 2019 പുൽവാമ ഭീകരാക്രമണം എന്നിവ നടത്തിയത് ജെയ്ഷെ ഭീകരവാദികളാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ജെയ്ഷെ ഭീകര കേന്ദ്രങ്ങളിൽ, അതായത് ബലാക്കോട്ടിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൽ ഞങ്ങളുടെ 200 പേരാണ് മരിച്ചത് എന്ന് പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ UN വന്ന് കരഞ്ഞു പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. പാക് സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗമാണ് ജെയ്ഷെ ഭീകരർക്ക് ഇനി പരിശീലനം നൽകാൻ പോകുന്നത്. ഇവർക്കുള്ള ആയുധങ്ങൾ കരിഞ്ചന്തകളിൽ നിന്ന് സംഭരിക്കും. ഇതിനായി ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴി ഇടപാടുകൾ നടത്തുമെന്നാണ് വിവരം. ജെയ്ഷെയുടെ സഖ്യകക്ഷി എന്ന് കരുതപ്പെടുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ നിലവിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പാക് താലിബാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ പാക് ഭരണകൂടത്തിനെതിരെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാൽ ആശയപരമായ സഹകരണം ഇരു സംഘടനകളും പുലർത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശങ്കാജനകമാണ്. ജെയ്ഷെയ്ക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ പകുതിയിലേറെയും ആയുധങ്ങൾക്കാണ് ചെലവാക്കിയിട്ടുള്ളത്. പ്രതിവർഷം 80 മുതൽ 90 കോടി പാകിസ്ഥാനി രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ് സംഘടനയിലേക്ക് എത്തുന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പണം ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവ ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങുന്നതിനും ഇന്ത്യയിലെ ഭീകരവാദികൾക്ക് പണം കൈമാറുന്നതിനും ജെയ്ഷെ മുഹമ്മദിന് സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.